ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമീസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജൻ. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഇന്ത്യയിലെ സ്റ്റേറ്റുകളും അവിടെ ഇപ്പോൾ ഭരിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സിനെയും കുറിച്ചിട്ടാണ്. ഓക്കെ, 2025 ജൂൺ മാസത്തിൽ അവിടുത്തെ ചീഫ് മിനിസ്റ്റേഴ്സ് ഓക്കെ ഇപ്പോൾ RRB NTPC എക്സാം നടക്കുകയാണ്. കറണ്ട് അഫയേഴ്സ് ധാരാളം ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഉറപ്പായിട്ടും ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇതിനു മുന്നേ നടന്ന RRB NTPCയും RRB എക്സാമും SSC എക്സാമുകളിലെല്ലാം കറണ്ട് അഫയേഴ്സിൽ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, ഗവർണർമാര് ഓക്കെ റാങ്ക് ഇൻഡെക്സ് തുടങ്ങിയ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ സ്ഥിരം കണ്ടുവരാറുണ്ട്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങൾ ഇതിനു വേണ്ടി കുത്തിയിരുന്ന് റിവിഷൻ ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. ഈ ക്ലാസ് ഒറ്റ പ്രാവശ്യം കാണൂ. ചെറിയ ചെറിയ കോഡിലൂടെ, ഭയങ്കരമായിട്ട് കാണാതെ പഠിച്ചു പോകുന്ന കോഡൊന്നുമല്ല, ഒറ്റ പ്രാവശ്യം കണ്ടിരുന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാകും. ഈ മിനിസ്റ്റർമാരൊക്കെ അടുത്ത് മാറുന്നൊരു സമയത്ത് നിങ്ങൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്താൽ മതിയാകും. അതുവരെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീണ്ടും ഇത് റിവൈൻഡ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുന്നേ ആയിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും സംഭാവനയായി തരൂ. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആന്ധ്രാപ്രദേശിന്റെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആര് എന്ന് ചോദിച്ചാൽ നര ചന്ദ്രബാബു നായിഡു ആണ്. ഓക്കെ, നര ചന്ദ്രബാബു നായിഡു. ആന്ധ്രാപ്രദേശ് ചന്ദ്ര, ആന്ധ്ര ചന്ദ്ര, ഇതാണ് നര ചന്ദ്രബാബു നായിഡു. ആന്ധ്രാപ്രദേശ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരിക ആന്ധ്രയ്ക്ക് പകരം ചന്ദ്ര എന്ന് ആലോചിക്കൂ. പുള്ളിക്ക് ഇതാ കണ്ടോ, കുറച്ച് നരയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോ നര ചന്ദ്ര ബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശിന്റെ ഇപ്പോഴത്തെ CM. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത് തമിഴ്നാട്ടിന്റെ CM ഇപ്പോഴത്തെ MK സ്റ്റാലിൻ ആണ്. മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ. ഓക്കെ, കരുണാനിധിയുടെ മകൻ. ഓക്കെ, തമിഴர்களே நீங்கள் என்னை கடலில் தூக்கி போட்டாலும் கட்டுமரமாகத்தான் கிடப்பேன், கவிழ்ந்து விட மாட்டேன், அதிலே ஏறி நீங்கள் பயணം ചെയ്തു കൊള്ളലാം എന്ന് പറഞ്ഞത് കരുണാനിധി. അദ്ദേഹത്തിന്റെ മകൻ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ പറഞ്ഞതൊന്നുമില്ല. തമിഴர்களെ നിങ്ങൾ എന്നെ കടലിൽ കൊണ്ടിട്ടിരുന്നാലും ഓക്കെ തടിവെള്ളം പോലെ ഞാൻ മേലെ തന്നെ കിടക്കും, അതിലേറി നിങ്ങൾക്ക് യാത്ര ചെയ്യാം, മറിയത്തില്ല എന്ന് പറഞ്ഞത് കരുണാനിധി. അദ്ദേഹത്തിന്റെ മകൻ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു കോഡും കൂടെ ആലോചിക്കൂ. ഓക്കെ, സ്റ്റൈൽമെന്റിന്റെ ഫിലിം ഇൻഡസ്ട്രി തമിഴാണ്, രജനീകാന്താണ്. അപ്പോൾ ആ സ്റ്റൈൽ മന്നനുള്ള ഫിലിം ഇൻഡസ്ട്രി, സ്റ്റൈൽ മന്നൻ തമിഴ്നാട്ടിന്റെ ഒരു ഐക്കണാണ്. അപ്പോ ആ നാട്ടിലെ CMഉം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണെന്ന് ആലോചിക്കൂ. അതുമായി ബന്ധപ്പെട്ട സ്റ്റൈൽ പോലെ സ്റ്റാലിൻ സ്റ്റാലിൻ സ്റ്റാലിൻ. അപ്പോ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ, അതാണ് തമിഴ്നാട്ടിന്റെ CM. ഉടൽ മണ്ണുക്ക് ഉയർ തമിഴുക്ക് എന്ന് 20 സിനിമയിൽ കരുണാനിധിയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്. ഓക്കെ, യഥാർത്ഥത്തിൽ പറയുന്നത് അത് ഭാരതിദാസനാണ്, തമിഴ് പോയറ്റാണ്. ഓക്കെ, അപ്പൊ 20 സിനിമയിലെ പ്രകാശ് രാജ് അവതരിപ്പിച്ച ക്യാരക്ടർ കരുണാനിധിയുടെയാണ്. ആ ക്യാരക്ടർ പറയുന്നുണ്ട് ഉടൽ മണ്ണുക്ക് ഉയർ തമിഴുക്ക്. ആ കരുണാനിധിയുടെ മകൻ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ. ഓക്കെ, സ്റ്റൈല് സ്റ്റാലിൻ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ആന്ധ്ര ചന്ദ്ര. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അരുണാചൽ പ്രദേശിന്റെ ഇപ്പോഴത്തെ CM ആരെന്ന് ചോദിച്ചാൽ പേമ ഖണ്ഡു. ഓക്കെ, അരുണാചൽ പ്രദേശ് എന്ന് പറയുമ്പോൾ അരുണ് ഉള്ള പ്രദേശം. ഓക്കെ, അരുണ് ചില്ല് ചെയ്യുന്ന പ്രദേശം എന്ന് ആലോചിക്കൂ. അവിടെ പോകുമ്പോഴത്തേക്കും കണ്ടപ്പോൾ തന്നെ പ്രേമം തോന്നും. ആരോട്? അരുണിനോട്. പുള്ളി ഇങ്ങനെ ആ പ്രദേശത്ത് ചില്ലൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുക, നമ്മളെ ചാർലിയിലെ ദുൽഖറിനെ പോലെ. അപ്പോൾ അരുണ് ചില്ല് ചെയ്യുന്ന പ്രദേശം. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കണ്ടപ്പോൾ തന്നെ പ്രേമം തോന്നി. ഓക്കെ, പേമ ഖണ്ഡു ആണ് അരുണാചൽ പ്രദേശിന്റെ CM. ഓക്കെ, ഇനി രാജസ്ഥാന്റെ CM ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭജൻലാൽ ശർമ്മയാണ്. ഓക്കെ, രാജാവാണ്, രാജാവിന്റെ സ്ഥാനമാണ്. രാജാവിന്റെ സ്ഥാനത്ത് രാജാവിന് വേണ്ടിയിട്ട് ഭജിക്കുന്ന ആളാണ് ഭജൻലാൽ ശർമ്മ. രാജാവിന് വേണ്ടി ഭജിക്കുന്ന ആള് ഭജൻലാൽ ശർമ്മ. അവിടുത്തെ രാജാവിന് വേണ്ടി ജയ് വിളിക്കുന്നതാണ് അവിടുത്തെ ക്യാപിറ്റൽ, ജയ്പൂർ. അപ്പോ ഭജൻലാൽ ശർമ്മ രാജാവിന് വേണ്ടി ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലാൽ ശർമ്മയാണ് അവിടുത്തെ CM.
മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, ബീഹാറിന്റെ ഇപ്പോഴത്തെ മിനിസ്റ്റർ നിതീഷ് കുമാർ ആണ്. ഓക്കെ, ബീഹാർ എന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി JDU ആണ്, ജനതാദൾ യുണൈറ്റ്. ഓക്കെ, NDAയിലെ അലിയൻസിലുള്ളതാണ്. ഇപ്പോ കേന്ദ്രം ഭരിക്കുന്നത് NDA ആണ്. അപ്പോ അവരുമായിട്ട് അലിയൻസിലുള്ള കക്ഷിയായതുകൊണ്ട് അദ്ദേഹം വന്നിട്ട് BJPയോടൊക്കെ വന്നിട്ട് നേരിട്ട് ആവശ്യപ്പെടും, ബീഹാറിന് നീതി വേണം, ബഡ്ജറ്റിൽ നീതി വേണം. അപ്പോ ബീഹാറിന് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി നിതീഷ് കുമാർ. ഓക്കെ, അപ്പോ പുള്ളി JDU ആണ്. അപ്പോ പുള്ളി ബീഹാറിന്റെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നത് ഇവിടെ പാർലമെന്റിൽ അല്ലെങ്കിൽ NDAയുടെ കൂടെ ബീഹാർ നിതീഷ് കുമാർ, നീതി വേണം നിതീഷ് കുമാർ. ഓക്കെ, ഛത്തീസ്ഗഡില് വിഷ്ണു ഡിയോ സായി ആണ്. ഓക്കെ, വിഷ്ണുവിന്റെയും വിഷ്ണുദേവനെ ദർശിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ഫീസ് ഉണ്ട്. ഓക്കെ, ചില ക്ഷേത്രങ്ങളിലൊക്കെ വന്നിട്ട് നമുക്ക് മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് മേടിക്കത്തില്ലേ, അതുപോലെ അവിടെ പോയാൽ വിഷ്ണുദേവനെ കാണണമെങ്കിൽ ഛത്തീസ്ഗഡിലാണെന്നുണ്ടെങ്കിൽ രൂപ കൊടുത്താൽ വിഷ്ണുദേവനെയും സായി ഭഗവാനെയും കാണാം എന്ന് വിചാരിച്ചു. വിഷ്ണു ഡിയോ സായി, ഛത്തീസ്ഗഡ്. മനസ്സിലായിട്ടുണ്ടേ? അപ്പോ അടുത്തത് ന്യൂഡൽഹി, രേഖാ ഗുപ്തയാണ്. ഓക്കെ, അപ്പൊ ന്യൂഡൽഹി രേഖാ ഗുപ്തയാണ്. നമ്മുടെ ക്യാപിറ്റലാണ് ന്യൂഡൽഹി. അപ്പോ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ന്യൂഡൽഹി. അപ്പൊ അവിടെ ഒരു രേഖ വരച്ച് CM ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ് രേഖാ ഗുപ്ത. ന്യൂഡൽഹി ക്യാപിറ്റൽ, അവിടെ ഒരു രേഖ വരച്ചിട്ട് ഇവിടെ ഞാനാണ് CM, രേഖാ ഗുപ്തയാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഗോവ പ്രമോദ് സാവന്ത്. ഗോവ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓർമ്മ വരുന്നത് ബീച്ചാണ്, ടൂറിസമാണ്. അപ്പോൾ ഗോവയിൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യണം അല്ലേ, എങ്കിലേ ടൂറിസ്റ്റ് വരുള്ളൂ. അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു മിനിസ്റ്ററിനെ അവർ കണ്ടെത്തി, അതാണ് പ്രമോദ് സാവന്ത്. പ്രമോട്ട് സാവന്ത് എന്ന് പറഞ്ഞാൽ മതി. ഗോവൻ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന സാവന്ത് പ്രമോദ് സാവന്ത്. ഗോവൻ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന സാവന്ത് പ്രമോദ് സാവന്ത്. ഓക്കെ, അപ്പോ അടുത്ത പേജിലോട്ട് നമുക്ക് പോവാം. ഗുജറാത്ത്, ഭൂപേന്ദ്ര പട്ടേൽ. ഗുജറാത്തിൽ മുന്നേ ഉണ്ടായിരുന്നത് നരേന്ദ്രമോദിക്ക് ഇരുന്ന സ്ഥാനത്ത് ഇപ്പോ ഭൂപേന്ദ്ര പട്ടേൽ. നരേന്ദ്രമോദി ഇരുന്ന സ്ഥാനത്ത് ഇപ്പൊ ഭൂപേന്ദ്ര പട്ടേൽ. ഓക്കെ, ഗുജറാത്ത് ഭൂപേന്ദ്ര പട്ടേൽ. മുന്നേ 2002 ഒരു കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആവുന്നത് വരെ നരേന്ദ്രമോദി ആയിരുന്നു. ഇപ്പോ നരേന്ദ്രന് പകരം ഭൂപേന്ദ്രൻ അങ്ങനെ പഠിച്ചോളൂ. ഓക്കെ, അപ്പോ അടുത്തത് ഹരിയാന നയാബ് സിംഗ് സൈനി എന്നാണ്. ഹരിയാന എന്ന് പറയുമ്പോൾ ഹരിയും ആനയും എന്ന് പഠിച്ചോ. അവിടെ ഹരിയും ആനയും മാത്രമേ ഉള്ളൂ. ആ ഹരിയും ആനയും കൂടെ ചേർന്ന് ഒരു സൈന്യം ഉണ്ടാക്കി. ഓക്കെ, അതാണ് നയാബ് സിംഗ് സൈനി. ഹരിയും ആനയും പിന്നെ കൂട്ടിനൊരു സിംഗിനെയും കൂടെ വിളിച്ചിട്ട് സൈനി. നയ എന്ന് പറഞ്ഞാൽ പുതിയതാണ്. നയാ സിംഗ് സൈനി. ഹരിയും ആനയും കൂടെ നയാ സിംഗിനെയും കൂടെ ചേർത്ത് ഒരു സൈന്യം ഉണ്ടാക്കി യുദ്ധത്തിന് പോകാൻ. ആനയെ കൊണ്ടൊക്കെ പണ്ട് രാജാക്കന്മാരൊക്കെ യുദ്ധത്തിന് പോകുന്നത് കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പോ ഹരിയാന നയാബ് സിംഗ് ഹരിയാന നയാബ് സിംഗ് സൈനി. അടുത്തത് ഹിമാചൽ പ്രദേശ് കുളു, മണാലി, ഷിംലയൊക്കെ ഉള്ള ഹിമാചൽ പ്രദേശ്. അവിടെ പോയി അങ്ങോട്ട് സുഖാവണം അല്ലേ, അതാണ് സുഖ്വിന്ദർ സിംഗ്. ഒരു സിംഗ് സുഖിക്കാൻ പോവുകയാണ്. സുഖ്വിന്ദർ സിംഗ്. ഓക്കെ, സിംഗുമാരെല്ലാം എല്ലാവരും പോവും. ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖവാസ കേന്ദ്രമാണ്. കുളു, മണാലി, ഷിംല ധാരാളമുണ്ട്. ഓക്കെ, അപ്പോ സുഖ്വിന്ദർ സിംഗ് അത് വെച്ച് ആലോചിച്ച് കണക്ട് ചെയ്ത് വെക്കൂ. ഓക്കെ, ജാർഖണ്ഡ് ഹേമന്ത് സോറി പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്തിനാ സോറി പറയുന്നത്? ജാർഖണ്ഡ് ചോറെന്ന് പഠിച്ചോളൂ. ചോറെന്ന് കഴിഞ്ഞാൽ കള്ളനാണ്, കോഡിന് വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും കരുതരുത്. ചോറിനെ കണ്ടാൽ നമ്മുടെ പഞ്ചാബ് ഹൗസിൽ പറയുന്നില്ല, ചോറിനെ കണ്ടാൽ ചോറിന് എന്തിനു കാണാൻ പോയി വീട്ടിൽ നിന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഹേമന്ത് പറയും സോറി ഇനി പോവില്ല. ഹേമന്ത് സോറൻ
ഝാർഖണ്ഡ്, ഝോർഖണ്ഡ് എന്ന് പഠിക്കൂ. ഹേമന്ത് സോറനാണ്, ഹേമന്ത് സോറൻ. അപ്പോ നമുക്ക് അടുത്ത സ്റ്റേറ്റുകളും മിനിസ്റ്റേഴ്സും നോക്കാം. കർണാടക, കർണാടകയുടെ ചീഫ് മിനിസ്റ്റർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിദ്ധരാമയ്യ. ഓക്കെ, കർണാടക സിദ്ധരാമയ്യ. കർണാടക ഇങ്ങനെ ആലോചിച്ചോളൂ. കർണത്തിൽ ഒരാൾക്ക് ഭയങ്കര പ്രശ്നമാണ്. കർണത്തിൽ ഇങ്ങനെ പ്രശ്നം വരുമ്പോഴത്തേക്കും ഒരാളുടെ അടുത്ത് നിന്ന് പോകുമ്പോൾ ഒരിടത്ത് നോക്കിയിട്ടും ഒരു രക്ഷയില്ല. അപ്പോൾ ഒരാൾ പറയും കർണത്തിനാണോ പ്രശ്നം, ഒരു സിദ്ധവൈദ്യനുണ്ട്, സിദ്ധവൈദ്യനായ രാമയ്യ, അദ്ദേഹത്തെ പോയി കാണൂ, എല്ലാ പ്രശ്നങ്ങളും മാറും. അപ്പോ കർണാടക, കർണത്തിന് പ്രശ്നം മാറാനായിട്ട് പോയത് സിദ്ധവൈദ്യനായ രാമയ്യ, സിദ്ധരാമയ്യ. സിദ്ധരാമയ്യ കർണാടക, കർണാടക സിദ്ധരാമയ്യ. ഓക്കെ, അടുത്ത് കേരളം പറയേണ്ടതില്ല, പിണറായി വിജയൻ സഖാവാണ്. ഓക്കെ, ഇതിന് കോഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വന്ന് തല്ലും. ഓക്കെ, അപ്പോൾ അടുത്തത് മധ്യപ്രദേശ്, മോഹൻ യാദവ്. മദ്യം 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 മദ്യത്തിനോട് മോഹൻ തോന്നിയ ഒരു യാദവിനാണ് അവിടെ ഉള്ളത്. ഓക്കെ, മധ്യപ്രദേശ് മോഹൻ യാദവ്, മോഹൻ യാദവ്. മദ്യം മോഹം, മദ്യത്തോട് മോഹം എന്ന് പഠിക്കുള്ളൂ. മദ്യത്തോട് മോഹം, മദ്യമുള്ള പ്രദേശിനോട് മോഹം തോന്നിയത് യാദവ്, മോഹൻ യാദവ്. മധ്യപ്രദേശ് മോഹൻ യാദവ്. ഓക്കെ, അടുത്തത് മഹാരാഷ്ട്ര, മഹാരാഷ്ട്ര, മഹാരാഷ്ട്ര ദേവേന്ദ്ര ഫട്നവിസ്. ഓക്കെ, അപ്പോ മഹാരാഷ്ട്രയിലെ ഈ മഹയും ഈ ദേവയും കൂടെ ഒത്തു വെച്ചു. മഹാരാഷ്ട്ര മഹാദേവൻ എന്ന് വിചാരിക്കൂ. ദേവേന്ദ്ര ഫട്നവിസ് അല്ലേ മഹാരാഷ്ട്ര, മഹാദേവൻ, മഹാദേവൻ ദേവേന്ദ്ര ഫട്നവിസ്, മഹാദേവൻ ദേവേന്ദ്ര ഫട്നവിസ്, ദേവേന്ദ്ര ഫട്നവിസ്, മഹാരാഷ്ട്ര ദേവേന്ദ്ര ഫട്നവിസ്. ഓക്കെ, അപ്പോൾ അടുത്തത് മണിപ്പൂർ. മണിപ്പൂരിന്റെ അദ്ദേഹം വന്നിട്ട് ഫെബ്രുവരി 2025 ഫെബ്രുവരി 9 റിസൈൻ ചെയ്തായിരുന്നു. അവിടെ നടന്നിട്ടുള്ള കലാപങ്ങൾ നിങ്ങൾക്കറിയാം. കുക്കി മെയ്ത്തി കമ്മ്യൂണിറ്റിക്കും ഇടയിൽ നാഗ കമ്മ്യൂണിറ്റിക്കുള്ള കലാപം. ഓക്കെ, അതേ തുടർന്ന് അദ്ദേഹത്തിന് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് റിസൈൻ ചെയ്യേണ്ടി വന്നു. ഈ ഫെബ്രുവരി 9 2025 അദ്ദേഹം റിസൈൻ ചെയ്തു. ഇപ്പോൾ അവിടെ തൽക്കാലം CM ഒന്നുമില്ല, പ്രസിഡന്റ് ഭരണമാണ്. എങ്കിലും ഇപ്പോൾ RRB NTPC എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കും 2025 ജനുവരിയിൽ മണിപ്പൂരിന്റെ CM ആരായിരുന്നു? അതുകൊണ്ടാണ് മണിപ്പൂരില് ബീരൻ സിംഗ്, ബീരൻ സിംഗ്, ബീരൻ സിംഗ്. ഇനി അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം റിസൈൻ ചെയ്തു എങ്കിലും റിസൈൻ ചെയ്ത മിനിസ്റ്റർ ആരെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോഡിലൂടെ പഠിക്കൂ. മണിയുള്ളത് ബീരാനാണ്, ബീരാൻ. മണിയുള്ള ബീരാൻ, ബീരാൻ. ഓക്കെ, മണിയല്ലെന്നുണ്ടെങ്കിൽ മണിയുള്ള ആള് ഭയങ്കരനാണ്. ഓക്കെ, ഭയങ്കരനാണ് എന്ന് പഠിക്കൂ. മണി പവർ അല്ലേ മണിപ്പൂർ, മണി പവർ, മണി പവർ ഉള്ള ആള് ഭയങ്കരൻ. അതാണ് ബൈരൻ സിംഗ്, ബൈരൻ സിംഗ്, ബൈരൻ സിംഗ്. മണിപ്പൂർ ബൈരൻ സിംഗ്. ഓക്കെ, ദെൻ മേഘാലയ കൊൺറാഡ് സാങ്മ, മേഘാലയ കൊൺറാഡ് സാങ്മ. മേഘത്തിന്റെ ആലയം, മേഘത്തിന്റെ ആലയം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ സംഗമം നടക്കുന്നു. ഓക്കെ, മേഘാലയ മേഘത്തിന്റെ ആലയത്തിൽ പോയാൽ അവിടെ മേഘത്തിന്റെ സംഗമം നടക്കുന്നു എന്ന് പഠിച്ചോളൂ. കൊൺറാഡ് സാങ്മ, കൊൺറാഡ് സാങ്മ, കൊൺറാഡ് സാങ്മ. ഓക്കെ, അടുത്ത് മിസോറാം. മീസയുള്ള റാം, മീസയുള്ള റാം. മലയാളത്തിൽ മീസ ചുരുട്ടുമ്പോഴത്തേക്കും നമുക്ക് ആരെ ക്യാരക്ടർ ആയത്? ലാലേട്ടനാണല്ലേ കൂടുതൽ മീസ ചുരുട്ടുമ്പോഴത്തേക്കും. മീസ ചുരുട്ടല്, മുണ്ട് മടക്കി കുത്തല്, നല്ല സ്റ്റോറിയും കൂടെ ഉണ്ടെങ്കിൽ പടം ഹിറ്റ് അല്ലേ? അതുപോലെ മീസയുള്ള റാം എന്നുള്ള ക്യാരക്ടർ ചെയ്തത് അവിടെയാണെങ്കിൽ ലാൽ ദുഹോമയാണ്. മീസോ റാം, മീസയുള്ള റാമായിട്ട് ലാലേട്ടൻ അഭിനയിച്ചു എന്ന് വെച്ചാൽ മീസോ റാം, മീസോ റാം. മീസയുള്ള റാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിലാണെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യുന്നത് ലാലേട്ടനാണ്. അപ്പോൾ ലാൽ ദുഹോമ, മിസോറാം ലാൽ ദുഹോമ, മിസോറാം ലാൽ ദുഹോമ. നാഗാലാൻഡ്. അപ്പോൾ ഒരാൾ ചോദിക്കുക, എടാ ഈ ഇവിടെ ഒരു ലാൻഡിൽ മുഴുവൻ നാഗമുണ്ട്, നിനക്കറിയോ? പിന്നെ എൻ്റെ നെഫ്യൂവിൻ്റെ വീടാ, നെഫ്യൂ. ഇത് നെഫ്യൂ റിവ്യൂ ആണ്, ആ നെഫ്യൂ വേറെയാണ്. ഓക്കെ, എങ്കിലും കോഡിന് വേണ്ടി ആലോചിക്കൂ. നാഗമുള്ള ലാൻഡ് എവിടെയാണെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ എൻ്റെ നെഫ്യൂ, നെഫ്യൂ ഞാൻ അനന്തരവൻ, മരുമകൻ, എൻ്റെ മരുമൻ്റെ സ്ഥലത്താണ് ഫുള്ള് പാമ്പ്, നിനക്കറിയോ എന്നുള്ള ചോദിക്കുക. അപ്പോൾ ഒരാൾ ചോദിക്കുക, ഇവിടെ നാഗം ഭയങ്കരമായിട്ടുള്ള ലാൻഡ് ഏതാ? ആ നെഫ്യൂ റിയോ, എൻ്റെ നെഫ്യൂവിൻ്റെ വീട്ടിലാ, നെഫ്യൂ റിയോ, നെഫ്യൂ റിയോ. അപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് നോക്കാം.
ഒഡീഷ, ഒഡീഷ, ഒഡീഷ. മോഹൻ ചരൺ മാജി. ഓക്കെ, മോഹൻ ചരൺ മാജി, ഒഡീഷ. ഒരാൾ ഓടുന്നതായിട്ട് ആലോചിക്കും. ഓക്കെ, മോഹൻ കൊണ്ട് അങ്ങോട്ടേക്ക് പോയൊരു ചാരനെ ഓട്ടിക്കുക. ഓക്കെ, അയാൾ ഓടി മാഞ്ഞു, അതാണ് മാജി. ഓടി, മോഹം കൊണ്ട്. എന്ത് മോഹത്തിലാണ് പോയ ചാരനെയാണ് ഓട്ടിച്ചതെന്ന് അറിയില്ല. ഒഡീഷ, ഒരാൾ ഓടുന്നത് ആലോചിക്കൂ. ആരാണ്? മോഹം കൊണ്ട് പോയ ഒരു ചാരൻ. ചാരനെ ആൾക്കാർ ഓട്ടിച്ചു, അയാൾ ഓടി മാഞ്ഞു, അതാണ് മാജി. മോഹൻ ചരൺ മാജി. ഓക്കെ, ഓക്കെ അല്ലേ? എങ്കിൽ പഞ്ചാബ്, പഞ്ചാബ്, പഞ്ചാബ്. ഭഗവന്ത് സിംഗ് മൻ, ഭഗവന്ത് സിംഗ് മൻ. പഞ്ചാബ് എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓർമ്മ വരുന്നത് ഭഗത് സിംഗിനെ അല്ലേ? അതുപോലത്തെ ഒരു പേരാണ്. അദ്ദേഹം ഒരു സിംഗ് ആണ്, പക്ഷെ അത് ജനിച്ചത് പാക് പ്രവിശ്യയിലുള്ള പഞ്ചാബിലാണ് ഭഗത് സിംഗ്. എങ്കിലും നമ്മുടെ പഞ്ചാബ് നമ്മുടെ ഇന്ത്യയുടെ ദേശസ്നേഹിയാണ്. അദ്ദേഹത്തെ കുറിച്ചിട്ട് കൂടുതലൊന്നും പറയാനായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുള്ള ടോപ്പിക് എടുക്കുമ്പോൾ അതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ പഞ്ചാബ് ഭഗവന്ത് സിംഗ് മൻ. അതായത് പഞ്ചാബ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഭഗത് സിംഗ്, ഭഗത് സിംഗ്. ഓക്കെ, അപ്പോൾ ഭഗത് സിംഗ് പോലത്തെ ഒരു പേരാണ് ഭഗവന്ത് സിംഗ്. നമ്മുടെ മനസ്സിൽ തോന്നുന്നത് മൻ, ഭഗവന്ത് സിംഗ് മൻ, പഞ്ചാബ്. ഓക്കെ, ഇനി അസം, അസം, അസം. ഓക്കെ, അസം ഒരു റൈഡറാണ് എന്നാലോചിക്കൂ, ഒരു യാത്രക്കാരനാണ്. അദ്ദേഹത്തിന്റെ യാത്ര ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വം മുഴുവനും കറങ്ങണം, അതുപോലെ ഹിമാലയത്തിലും കറങ്ങണം. ഇങ്ങനൊരു ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരു സാമാണ് സാം. അസാമിയായിട്ടുള്ളൊരു സാം, അദ്ദേഹം റൈഡറാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം വിശ്വം മുഴുവൻ കറങ്ങുകയും ഹിമാലയത്തിൽ പോവുകയും ഒക്കെ ചെയ്യണം. അതാണ് ഹിമന്ത ബിശ്വ ശർമ്മ. അസം ഹിമന്ത ബിശ്വ ശർമ്മ, വിശ്വം മുഴുവൻ ഹിമാലയത്തിലും കറക്കുന്ന റൈഡറാണെന്ന് ആലോചിക്കൂ. ഹിമന്ത ബിശ്വ ശർമ്മ, ഹിമന്ത ബിശ്വ ശർമ്മ. അടുത്ത് സിക്കിം, സിക്കിം, സിക്കിം. പേരിൽ തന്നെ ഒരു സിക്ക്, അതെ, സിക്കുകാരുണ്ട് എന്ന് ആലോചിക്കൂ. അതുകൊണ്ട് തന്നെ അവർക്ക് പേരിൽ തന്നെ സിക്ക് ഉള്ളത് കൊണ്ട് ആ സിംഗിനോട് ഭയങ്കര പ്രേമമാണ്. അതുകൊണ്ട് പ്രേം സിംഗ് തമങ്. ഓക്കെ, പ്രേം സിംഗിനോടുള്ള പ്രേമം കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു നിങ്ങൾ ഇവിടെ താമസിച്ചോ, അതാണ് തമങ്, തമങ്. ഓക്കെ, പ്രേം സിംഗ് തമങ്. അപ്പോ സിക്കിം പ്രേം സിംഗ് തമങ്, സിക്കിം പ്രേം സിംഗ് തമങ്. സിക്കിം സിക്കുണ്ട്, അപ്പോൾ പ്രേമം സിംഗിനോടാണ്. നീ താമസിച്ചോ എന്ന് പറയും, പ്രേം സിംഗ് തമങ്, അതാണ്. ഓക്കെ അല്ലേ? അപ്പോ അടുത്തതിലോട്ട് പോവാം. തെലങ്കാന, തെലങ്കാന എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും റെഡ്ഡി, തെലുങ്ക്, ആന്ധ്ര ഏരിയയിലുള്ളതാണ്. പക്ഷെ ആന്ധ്ര വരുമ്പോഴത്തേക്കും ചന്ദ്രബാബു നായിഡു ഉണ്ട്. അപ്പോൾ ആന്ധ്രയല്ല, ഇവിടെ വരുമ്പോഴത്തേക്കും റെഡ്ഡിയായി നിൽക്കുന്ന രേവന്ത് റെഡ്ഡി. വന്ത് തമിഴ് പറയുമ്പോൾ വന്ത് റെഡിയായി നിൽക്കുന്ന ഒരു റെഡ്ഡി ഇരിക്കുന്നത് എന്ന് പറയുന്ന പോലെ രേവന്ത് റെഡ്ഡി. ഓക്കെ, അപ്പോൾ തെലങ്കാനയുടെ CM ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയാം വന്നിട്ട് റെഡി, രേവന്ത് റെഡ്ഡി, രേവന്ത് റെഡ്ഡി, രേവന്ത് റെഡ്ഡി. തെലങ്കാന രേവന്ത് റെഡ്ഡി. റെഡ്ഡി ഉള്ളത് ആന്ധ്രയിലും തെലുങ്ക് ഏരിയയിലുമാണ് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ആന്ധ്ര വരുമ്പോഴത്തേക്കും ആന്ധ്ര ചന്ദ്രയുണ്ട്. ഓക്കെ, നര ചന്ദ്രബാബു നായിഡു, ആന്ധ്ര. ഓക്കെ, അപ്പോൾ തെലങ്കാന വരുമ്പോഴത്തേക്കും രേവന്ത് റെഡ്ഡി. ഓക്കെ, തെലങ്കാന 2014 ആണ് സംസ്ഥാനം രൂപീകരിക്കുന്നത്. അപ്പോൾ തെലങ്കാനയിൽ 2014 രൂപീകരിക്കുന്ന സമയത്ത് ഇവിടെ ആരാണെന്ന് പറയുമ്പോഴത്തേക്കും ചുമ്മാ കോഡിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആദ്യത്തെ CM അദ്ദേഹം ഒന്നും അല്ലായിരുന്നു. ചുമ്മാ പറയുക ഞാൻ റെഡി, വന്നിട്ട് ഞാൻ റെഡി, അതാണ് രേവന്ത് റെഡ്ഡി. ഓക്കെ, ത്രിപുര മാണിക് സാഹ, മാണിക് സാഹ. ഓക്കെ, സാഹ എന്ന് പറയുന്നൊരു വ്യക്തി ഈ പുരയ്ക്കകത്ത്, അദ്ദേഹത്തിന് 3 പുരയുണ്ട്. ഇതിന്റെ അകത്താണ് മണി സ്വരൂപിച്ച് വെച്ചേക്കുന്നത്. ത്രിപുര എന്ന് പറയുമ്പോഴത്തേക്കും മണി എന്ന് ആലോചിക്കൂ. ഓക്കെ, ത്രിപുര മണി സ്വരൂപിച്ച് വെക്കുന്നത് സാഹ ആ ത്രിപുരയ്ക്കകത്താണ്, 3 പുരയ്ക്കകത്താണ്. ഓക്കെ, ത്രിപുര മാണിക് സാഹ. ഓക്കെ, ത്രിപുര മാണിക് സാഹ. ഓക്കെ, അപ്പോ അദ്ദേഹം അളവിൽ കൂടുതൽ സ്വത്ത് 3 പുരയ്ക്കകത്ത് ശേഖരിച്ച് വെച്ചിരിക്കുന്നു. അതാണ് മണി സാഹ മണി സ്വരൂപിച്ച് വെച്ചിരിക്കുന്നത് ത്രിപുര. ഇനി എന്താ പറയുന്നത്? ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ്.
അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. വളരെ ഫേമസ് ആയിട്ടുള്ള CM ആണ്. ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ്. അല്ല എന്നുണ്ടെങ്കിൽ ഇത് ആലോചിക്കൂ, ഉത്തർ എന്ന് പറഞ്ഞാൽ വടക്കാണ്. വടക്ക്, ഉത്തർപ്രദേശ്, വടക്കുള്ള സ്ഥലം. വടക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വടക്കും നാഥൻ എന്ന് പറയില്ലേ കേരളത്തില്, നമ്മുടെ തൃശ്ശൂരുള്ള വടക്കുംനാഥ അമ്പലം. അതുപോലെ ഉത്തർ, വടക്കെന്ന് ആലോചിക്കൂ, ദ നാഥ്, വടക്കുംനാഥൻ. യോഗിയാണെന്ന് ആലോചിച്ചാൽ മതി. യോഗി ആദിത്യനാഥ്, യോഗി ആദിത്യനാഥ്. ഉത്തർ വടക്ക്, വടക്കുംനാഥൻ, യോഗി ആദിത്യനാഥ്. ഇതിന്റെ ഒന്നും കോഡ് പറഞ്ഞിരേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നെ പറയും അടുത്തതിലോട്ട് പോട്ടേ എന്ന്. അടുത്ത ഉത്തരാഖണ്ഡ്. ഉത്തരെ കാണുമ്പോ തന്നെ ഓക്കെ സിംഗിന് പുഷ്പം കൊടുക്കും. ഉത്തര ഓക്കെ, സിംഗ് ഒരു ഗിരിരാജനാണ്. ഓക്കെ, അപ്പൊ ഉത്തരെ കണ്ടപ്പോൾ പുഷ്പം കൊടുക്കുന്ന സിംഗിനെ ആലോചിക്കൂ, ഉത്തര അതിസുന്ദരിയാണ്. ഓക്കെ എന്ന് ആലോചിക്കൂ. അപ്പോ ഉത്തരെ കണ്ടപ്പോ ഉത്തരവാ സ്വയംവരത്തിന് വേണ്ടിയിട്ട് സിംഗ് റെഡിയായി നിന്നിട്ട് പുഷ്പം കൊടുക്കുന്നു. പുഷ്കർ സിംഗ് ധാമി. ഓക്കെ, പുഷ്കർ സിംഗ് ധാമി, ഉത്തരാഖണ്ഡ്, പുഷ്കർ സിംഗ് ധാമി. ഓക്കെ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി അടുത്ത് വെസ്റ്റ് ബംഗാൾ, മമതാ ബാനർജി. വെസ്റ്റ് ബംഗാൾ, മമതാ ബാനർജി. ഓക്കെ, വെസ്റ്റ് ബംഗാൾ, മമതാ ബാനർജി. ഓക്കെ, ആലോചിക്കൂ, വെസ്റ്റ് ബംഗാളില് ബംഗ്ലാദേശിൽ നിന്നുള്ള ധാരാളം കുടിയേറ്റക്കാർ വരുന്നുണ്ട് എന്ന് പരക്കെ ഒരു ആരോപണമുണ്ട്. ആരോപണമല്ല, സത്യമാണ്. അപ്പൊ അവിടെ കേന്ദ്രത്തിൽ നിന്ന് പറയുന്നു അവരോട് ഒരു മമതയും വേണ്ട, ബാൻ ചെയ്യൂ, ബാൻ ചെയ്യ്. ബംഗ്ലാദേശിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഒരു മമതയും വേണ്ട, ബാൻ ചെയ്യ് എന്ന് വെസ്റ്റ് ബംഗാളിലുള്ള CM-നോട് അഭ്യർത്ഥിച്ചു എന്ന് കരുതിയാൽ മതി. വെസ്റ്റ് ബംഗാൾ, മമത വേണ്ട, ബാൻ ചെയ്യ് ബംഗ്ലാദേശുകാരെ, ഇങ്ങോട്ട് നുഴയുന്നതിലിട്ട് അനുവദിക്കരുത് എന്ന് പറഞ്ഞ് മമതാ ബാനർജി. അപ്പൊ അവർ ബാൻ ചെയ്യും. ഓക്കെ, കേട്ടിരിക്കുന്നു, ബാനർജി, മമതാ ബാനർജി, വെസ്റ്റ് ബംഗാൾ, മമതാ ബാനർജി. ഓക്കെ, എല്ലാം കോഡിന് വേണ്ടി പറയുന്നതാണ്, അല്ലാതെ ഒന്നുമില്ല. ഓക്കെ, രാഷ്ട്രീയപരമായിട്ടൊന്നും കാണരുത്, നമുക്ക് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. ഓക്കെ, അപ്പോ ജമ്മു ആൻഡ് കാശ്മീർ, ജമ്മു ആൻഡ് കാശ്മീർ, ഒമർ അബ്ദുള്ള. ജമ്മു ആൻഡ് കാശ്മീർ, ഒമർ അബ്ദുള്ള. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോ ഈ കാശ്മീരിൽ നടന്ന പഹൽഗാം അറ്റാക്കിലൊക്കെ വെച്ചിട്ട് പുള്ളി വന്നിട്ട് പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോ പ്രത്യേകിച്ച് ഇതിന്റെ കോഡ് പറഞ്ഞു തരേണ്ട ആവശ്യം ഇല്ല. ജമ്മു കാശ്മീർ, ഒമർ അബ്ദുള്ള, ഒമർ അബ്ദുള്ള, ഒമർ അബ്ദുള്ള. ഇതാണ് ഒമർ അബ്ദുള്ള. ഓക്കെ, പുതുച്ചേരി, N രംഗസ്വാമി. പുതുച്ചേരിയില് ആ രംഗം ഭരിക്കുന്നത് ഒരു രംഗസ്വാമിയാണ്. തമിഴ്നാടിന്റെ ഉള്ളിലുള്ള ഭാഗമാണ്, മീൻസ് പോണ്ടിച്ചേരി. പുതുച്ചേരി എന്ന് പറയുമ്പോഴത്തേക്കും മാഹി, യാനം, പോണ്ടിച്ചേരി, ഇത് മൂന്നും ചേർന്നതാണ്. അതിന്റെ മെയിൻ സ്ഥലമായിട്ടുള്ള പോണ്ടിച്ചേരി ഉള്ളത് തമിഴ്നാട്ടിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ പുതുച്ചേരിയിലെ മെജോറിറ്റി ഓഫ് പീപ്പിൾ തമിഴാണ്. അപ്പോൾ പുതുച്ചേരിയും ഭരിക്കുന്നത് ഒരു തമിഴാളാണ്. അവിടെ രംഗത്ത് അരങ്ങ് വാഴുന്ന ഒരു സ്വാമിയാണ് രംഗസ്വാമി. തമിഴ്നാട്ടുകാരനായിട്ടുള്ള ഒരു രംഗസ്വാമിയാണെന്ന് പഠിച്ചു വെക്കും. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് പറഞ്ഞതെല്ലാം ഒന്നും കൂടെ നോക്കാം സുഹൃത്തുക്കളെ. ആന്ധ്രാപ്രദേശ്, നര ചന്ദ്രബാബു നായിഡു. ഓക്കെ, അദ്ദേഹത്തിന് നരയുണ്ട്, നര ചന്ദ്രബാബു നായിഡു ആണ്. ഓക്കെ, ആന്ധ്ര ചന്ദ്ര. തമിഴ്നാടു MK സ്റ്റാലിൻ, MK സ്റ്റാലിൻ, MK സ്റ്റാലിൻ. തമിഴ്നാടു MK സ്റ്റാലിൻ. സ്റ്റാലിൻ രജനീകാന്തിനെ പോലത്തെ സ്റ്റൈലൻ പേരാണ് എന്ന് ആലോചിക്കുള്ളൂ. അപ്പോ അരുണാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, അരുണ് ചില്ല് ചെയ്യുന്ന പ്രദേശത്ത് പോയാൽ കാണുമ്പോൾ തന്നെ പ്രേമം വരും. പ്രേമ കണ്ടു, പ്രേമ കണ്ടു, പ്രേമ കണ്ടു. രാജസ്ഥാൻ, ഭജൻലാൽ ശർമ്മ, ഭജൻലാൽ ശർമ്മ. ഇത് ഭജൻലാൽ ശർമ്മയല്ല, ഇത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. മാറി. അപ്പോ ആ രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മയാണ്. ഭജൻലാൽ ശർമ്മ. രാജാവ് ഉള്ളിടത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭജിക്കും, ഭജിക്കും. രാജാവ് ഉള്ളിടത്ത് പോയി കഴിഞ്ഞാൽ രാജാവിനെ ഭജിക്കും. രാജാവുള്ള സ്ഥാനത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രാജാവിനെ ഭജിക്കുന്ന ഒരു ലാൽ ശർമ്മ. അതാണ് ഭജൻലാൽ ശർമ്മ. ബീഹാറിന്റെ നീതിക്ക് വേണ്ടി നിൽക്കുന്ന നിതീഷ് കുമാർ എന്നാലോചിക്കൂ. ഓക്കെ, ഛത്തീസ്ഗഡ്, വിഷ്ണു ഡിയോസായ്, വിഷ്ണു ഡിയോസായ്. 36 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വിഷ്ണുവിനെ കാണാം, വിഷ്ണു ഭഗവാനെ കാണാം എന്ന് പഠിക്കൂ. സായി ഭവനെയും കാണാം. 36 രൂപ കൊടുക്കണം ദർശനത്തിന്. ഓക്കെ, സ്പെഷ്യൽ ദർശനം എന്ന് കരുതിക്കോളൂ. ന്യൂഡൽഹി ക്യാപിറ്റലാണ്. അവിടെ ഒരു രേഖ വരച്ച്, ചെറിയൊരു സ്ഥലമാണ്, അവിടെ ഒരു രേഖ വരച്ചിട്ട് ഇവിടെ ഭരിക്കുന്നത് ഞാനാണ്, രേഖാ ഗുപ്ത. ഗോവ, ഗോവ ടൂറിസം പ്രൊമോട്ട് ചെയ്യണം, പ്രമോദ് സാവന്ത്, പ്രമോദ് സാവന്ത് ആണ്. പ്രമോട്ട് സാവന്ത് എന്ന് പഠിക്കൂ. എങ്കിൽ ഗുജറാത്ത്, ഗുജറാത്ത് ഭൂപേന്ദ്ര പട്ടേൽ, ഗുജറാത്ത് ഭൂപേന്ദ്ര പട്ടേൽ. നരേന്ദ്രൻ പോയപ്പോൾ ഭൂപേന്ദ്രൻ വന്നു എന്ന് പഠിച്ചോളൂ.
ഹരിയാന ഹരിയാന നയാബ് സിംഗ് സൈനി. ഒരു ഹരിയും ആനയും ഒരു സിംഗും കൂടെ ചേർന്ന് ഒരു ന്യൂ സൈന്യം ഉണ്ടാക്കിയതാണ് നയാബ് സിംഗ് സൈനി. അടുത്തത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിൽ സുഖ ആയിരിക്കണം സിംഗിന്. ഓക്കെ, അതുകൊണ്ട് സുഖ്വിന്ദർ സിംഗ് സുഖു ഹിമാചൽ പ്രദേശ്. ഓക്കെ, കുളു മണാലി ഘാഗ്രെ അല്ലേ അതെല്ലാം ഉള്ള ഷിംല ഒക്കെ ഉള്ള ഹിമാലയത്തില് സുഖമായിട്ട് പോയി നിൽക്കുകയാണ് പുള്ളി. അടുത്ത് ജാർഖണ്ഡ്. ചാറിനെ കാണുമ്പോൾ കണ്ടിട്ട് തിരിച്ചു വരുമ്പോ ഹേമന്ത് സോറി പറയും, ഇനി പോവില്ല ചോറാണ്, ചോറിനെ കാണാൻ ഇനി പോവില്ല, ഹേമന്ത് സോറൻ. ഓക്കെ, അടുത്തത് കർണാടക. കർണത്തിന് അസുഖം വരുമ്പോഴത്തേക്കും ഒരു രക്ഷയുമില്ലാതെ അവസാനം ഒരു സിദ്ധവൈദ്യനായ രാമയ്യ പോയി കണ്ടു, അതാണ് സിദ്ധരാമയ്യ. കർണാടക സിദ്ധരാമയ്യ. കേരള പിണറായി വിജയൻ. മധ്യപ്രദേശ് മോഹൻ യാദവ്. മദ്യത്തോട് മോഹൻ തോന്നിയ ഒരു യാദവാണ് മോഹൻ യാദവ്. അടുത്തത് മഹാദേവൻ ദേവേന്ദ്ര ഫട്നവിസ്. ഓക്കെ, അടുത്ത് മണിപ്പൂരിൽ റിസൈൻ ചെയ്തു 2025 ഫെബ്രുവരി 9. എങ്കിലും മണിയുള്ള ആൾ ഭയങ്കരനാണ് എന്ന് കരുതിക്കൊള്ളൂ. ബൈരൻ സിംഗ്. ചിലപ്പോൾ ചോദിക്കും മണിപ്പൂരിൽ നിന്ന് റിസൈൻ ചെയ്തത് ആരാണെന്ന്. ഓക്കെ, അപ്പോ മേഘാലയ. മേഘത്തിന്റെ ആലയത്തിൽ പോകുമ്പോഴത്തേക്കും മേഘത്തിന്റെ സംഗമമാണ് നടക്കുന്നത്. കൊൺറാഡ് സംഗ്മ. ഓക്കെ, മീസോ വെച്ച റാമിന്റെ ക്യാരക്ടർ ചെയ്യുന്നത് ലാലേട്ടനാണ്. ലാൽ ദുഹോമ മിസോറാം ലാൽ ദുഹോമ. നാഗാലാൻഡ്. ഒരാൾ വന്ന് ചോദിക്കുക, ഇവിടെ നാഗം ഭയങ്കരമായിട്ടുള്ളൊരു ലാൻഡിൽ ഇവിടെ നമ്മുടെ സുരേഷ് ഏട്ടനുണ്ടെന്ന് കരുതിക്കൊള്ളൂ. എവിടെയാണ് എനിക്ക് പിടിക്കാൻ? എനിക്കറിയാം, കാണിച്ചു തരാം, ബാ എന്ന് പറഞ്ഞിട്ട് അയാൾ വിളിച്ചിട്ടുണ്ട്. എന്റെ നെഫ്യൂന്റെ വീടാ, അതാ നെഫ്യൂ റിയോ. നാഗാലാൻഡ് നെഫ്യൂ റിയോ. അടുത്തത് ഒഡീഷ. ഓടിയതാരാ? ചാരൻ എന്തിനാ ഓടിയത്? എന്തോ ഒരു മോഹത്തിന്റെ പുറത്ത് ആ സ്ഥലത്ത് പോയി ചെന്ന് കയറി കൊടുത്തു. വൃത്തിയെ പഞ്ഞി കിട്ടിട്ട് നാട്ടുകാർ ഒട്ടിച്ചു. അതാണ് മോഹൻ ചരൺ. അവസാനം ഓടി മാഞ്ഞു, അതാണ് മാജി. മോഹൻ ചരൺ മാഞ്ചി. ഓക്കെ, കോടിന് വേണ്ടി പറയുന്നതാണ്. ഓക്കെ, പഞ്ചാബ് ഭഗത് സിംഗിനെ കുറിച്ച് ആലോചിക്കൂ. നമ്മുടെ മനസ്സിൽ ഭഗത് സിംഗിന് വരും അതുപോലത്തെ ഒരു പേര് ഭഗവന്ത് സിംഗ് മൻ. പഞ്ചാബ് ഭഗവന്ത് സിംഗ് മൻ. അസം സാം ഒരു റൈഡറാണ്. അദ്ദേഹത്തിന് വിശ്വം മുഴുവൻ ചുറ്റി കാണുന്നതും ഹിമാലയത്തിൽ പോകണമെന്നും ഒക്കെയാണ് ആഗ്രഹം. അപ്പോ ഹിമന്ത ബിശ്വ ശർമ്മ. അസം ഹിമന്ത ബിശ്വ ശർമ്മ. ഓക്കെ, അസം ഹിമന്ത ബിശ്വ ശർമ്മ. അടുത്ത് സിക്കിം. ഓക്കെ, സിക്കിമിലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സിഖുകാർക്ക് ആ പേര് തന്നെ, ആ സ്റ്റേറ്റിന്റെ പേരിൽ തന്നെ ഒരു സിഖ് ഉള്ളത് കൊണ്ട് സിംഗിനോട് പ്രേമം തോന്നും, അവരുടെ അടുത്ത് പ്രത്യേക ഇഷ്ടം തോന്നും. ഓക്കെ, അപ്പോൾ വന്നു കഴിഞ്ഞ് താമസിക്കാനൊക്കെ ഉള്ള സ്ഥലം കൊടുക്കും. അങ്ങനെ പ്രേം സിംഗ് തമാങ്. ഓക്കെ, അടുത്ത് തെലുങ്കാന. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആരാ? അപ്പൊ പുള്ളി പറയും വന്നിട്ടേൻ റെഡി. അത് രേവന്ത് റെഡ്ഡി. ത്രിപുര മാണിക് സാഹ. 3 പുരയിൽ പുള്ളി കുറെ പൈസ അടുക്കി വെച്ചേക്കുക. അതാ ത്രിപുര മാണിക് സാഹ. ഉത്തർപ്രദേശ്. ഉത്തരം വടക്കുന്നാഥൻ യോഗി ആദിത്യനാഥ്. വടക്കുന്നാഥൻ യോഗിയാണെന്ന് പഠിച്ചു, യോഗി ആദിത്യനാഥ്. എങ്കിൽ ഉത്തരെ കാണുമ്പോ തന്നെ പൂ എടുക്കുകയാണ്. ആര്? സിംഗ്. ഉത്തര സ്വയംവരത്തിന് വേണ്ടിയിട്ട് എന്നെ സ്വയംവരം ചെയ്യൂ ഉത്തരെ, പൂ കൊടുക്കുന്നു. അപ്പൊ പറയും ഇല്ല, അല്ലേ? പുഷ്കർ സിംഗ് ധാമി. ഉത്തരാഖണ്ഡ് പുഷ്കർ സിംഗ് ധാമി. അടുത്ത് വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജി. വെസ്റ്റ് ബംഗാളിലുള്ള സിഎമ്മിനോട് പറയുന്നു ഒരു മമതയും വേണ്ട, ബംഗ്ലാദേശിൽ വന്ന് ബാൻ ചെയ്തു. അതാണ് മമതാ ബാനർജി. ഓക്കെ, ഇനി ജമ്മു ആൻഡ് കാശ്മീർ ഒമർ അബ്ദുള്ള. ജമ്മു ആൻഡ് കാശ്മീർ ഒമർ അബ്ദുള്ള. പുതുച്ചേരി എൻ രംഗസ്വാമി. പുതുച്ചേരി പോണ്ടിച്ചേരി ആലോചിക്കുക, മെജോറിറ്റി തമിഴാണ്. അപ്പോൾ അവിടെ ഒരു തമിഴ് പേരുള്ള ഒരാളാണെന്ന് നോക്കൂ. അവിടെ രംഗമടക്കി വാഴുന്നത് ഒരു സ്വാമിയാണ്, തമിഴ്നാട്ടിൽ തമിഴ് പേരുള്ള അല്ലെങ്കിൽ ഒരു തമിഴാളായിട്ടുള്ളൊരു സ്വാമി. അതാണ് എൻ രംഗസ്വാമി. പുള്ളി പറയും ഇത് എന്റെയാണ്, എൻ രംഗസ്വാമി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകൾ ഇപ്പോൾ ഭരിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോ അതിനായിട്ടൊക്കെ അക്കാഡമിക്സിന്റെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്താൻ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.